റോഡിലൂടെ ഒരു കറുത്ത കാർ ചീറിപ്പാഞ്ഞു പോവുകയായിരുന്നു. പെട്ടെന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിലിടിച്ചു. ആ വഴി ബൈക്കിൽ പോയവർ ഇത് കണ്ട് വണ്ടി നിർത്തി ഓടി വന്നു. കാറിന്റെ ഡോറുകൾ ലോക്കായതുകൊണ്ട് അവിടെയുണ്ടായിരുന്ന കല്ലുകളെടുത്ത് ചില്ല് തകർത്ത് അവർ ഉള്ളിലുണ്ടായിരുന്നയാളെ പുറത്തെടുത്തു. ഏകദേശം 25 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവായിരുന്നു അത്. അയാൾ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. കൂട്ടത്തിലൊരാൾ ഉടനെ ആംബുലൻസ് വിളിച്ചു. പക്ഷേ ആംബുലൻസ് വരാൻ സമയമെടുക്കുമെന്ന് മനസ്സിലായി. അപ്പോഴേക്കും അയാൾക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിരുന്നു. ഇവനെ എങ്ങനെ ബൈക്കിൽ കൊണ്ടുപോകും എന്നാലോചിച്ച് എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോഴാണ് ആ വഴി ഒരു ഓട്ടോ വന്നത്. ഓട്ടോയിലുണ്ടായിരുന്ന ഏകദേശം 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓടി വന്നു. അയാളുടെ അവസ്ഥ കണ്ട് അവൾ പറഞ്ഞു, "ഇതല്പം സീരിയസ് ആണ്. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഒന്ന് സഹായിക്കൂ." അവർ അയാളെ ഓട്ടോയിലേക്ക് കയറ്റാൻ തുടങ്ങിയപ്പോൾ, "മാഡം, ഇയാൾക്ക് വല്ലതും പറ്റിയാൽ പോലീസ് കേസാക്കും. ഞങ്ങളുടെ മേൽ വരും. നിങ്ങൾ വേറെ വണ്ടി നോക്കൂ" എന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു. പക്ഷെ അവൾ വിട്ടുകൊടുത്തില്ല. "അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ. ഓട്ടോ കൂലി എത്രയാണോ അതിൻ്റെ 10 ഇരട്ടി ഞാൻ തരാം. പ്ലീസ് ഒന്ന് വേഗം വിടൂ" എന്നവൻ കെഞ്ചി പറഞ്ഞു. ഒടുവിൽ ഓട്ടോക്കാരൻ വണ്ടി വേഗത്തിൽ വിട്ടു. അവൾ അയാളുടെ തല തൻ്റെ മടിയിൽ വെച്ചു. "ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിരിക്കൂ" എന്ന് പറഞ്ഞ് അയാളുടെ കവിളിൽ തട്ടി വിളിക്കാൻ അവൾ ശ്രമിച്ചു കൊണ്ടിരുന്നു. അയാൾ പതുക്കെ കണ്ണു തുറന്ന് അവളെ നോക്കി. അവളുടെ മുഖം മനസ്സിൽ പതിയും മുമ്പേ അയാളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞുപോയി. അവൾ ഓട്ടോക്കാരനോട് വേഗം വിടാൻ പറഞ്ഞു. തനിക്ക് വയ്യെങ്കിലും അവൾ തനിക്കായി ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ പകുതി ബോധത്തിൽ അറിയുന്നുണ്ടായിരുന്നു. അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഗാർഡിയൻ്റെ സ്ഥാനത്ത് തൻ്റെ പേരെഴുതി ഫീസും അടച്ച ശേഷമാണ് അവൾ അവിടെ നിന്ന് പോയത്. അവന് അപകടമൊന്നുമില്ലെന്നും 2 മണിക്കൂറിനുള്ളിൽ ബോധം വരുമെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി. അവൻ കണ്ണു തുറക്കുമ്പോൾ, "വീട്ടുകാരെ ഒന്ന് വിവരം അറിയിക്കണേ. എനിക്കിപ്പോൾ തന്നെ വൈകി. ഞാൻ പോവുകയാണ്" എന്ന് ഡോക്ടറോട് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി. ആ പെൺകുട്ടി ആര് "എടാ യശേ, എഴുന്നേൽക്കടാ. ഓഫീസിൽ പോകാൻ സമയമായി. ഇന്ന് മീറ്റിംഗ് ഉള്ളതല്ലേ?" അർജുൻ പുതപ്പ് വലിച്ചു മാറ്റിയപ്പോൾ യശ് ഉറക്കത്തിൽ ആരു എന്ന് പിറുപിറുക്കുകയായിരുന്നു. "എടാ പോടാ, നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നീ നശിപ്പിച്ചല്ലോടാ. നിന്റെ ഒരു കാര്യം, കഴിഞ്ഞ 2 വർഷമായി നീ ഇങ്ങനെ ഇട്ടുവട്ടാകുകയാണല്ലേ. ഇതിനൊക്കെ എന്ത് പുതുമയാ ഉള്ളത്? വേഗം എഴുന്നേറ്റ് റെഡിയാവാൻ നോക്ക്." "എടാ, എനിക്ക് എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റുന്നില്ലെന്ന് കരുതി നീ എന്നെ കളിയാക്കുകയാണോ?" "പിന്നല്ലാതെ. പേരല്ലാതെ മറ്റൊരു പേരും നിനക്കറിയില്ല. ഒരു ഫോട്ടോ പോലും ഇല്ലാതെ എങ്ങനെയാടാ ഒരാളെ കണ്ടുപിടിക്കുന്നത്? നിനക്ക് തന്നെ ഇത് വല്ലാത്ത കടുപ്പമായി തോന്നുന്നില്ലേ?" "എടാ, അവളാണ് അന്ന് എന്നെ രക്ഷിച്ചത്. ആരാധ്യ എന്ന പേരിൽ എത്ര പേരുണ്ടാകും? വെറും പേര് വെച്ച് ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അന്ന് അവൾ നിന്നെ സഹായിച്ചു. എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടാൽ ഒരു താങ്ക്സ് പറഞ്ഞാൽ പോരെ? അതിനു വേണ്ടി ഇങ്ങനെ നാട് മുഴുവൻ നടന്നു തിരയണം? ഇനിയും നീ ഇങ്ങനെ സംസാരിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും. എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഞാനിപ്പോൾ നിന്റെ മുന്നിൽ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൾ മാത്രമാണ്. ഇപ്പോഴും അവളുടെ മുഖം എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നില്ലടാ. എനിക്ക് അവളൊന്ന് കാണണം, അത്രയേ ഉള്ളൂ." "നീ മാറില്ലടാ. 2-2.5 കൊല്ലമായി നീ ഈ പാട്ട് തന്നെ പാടുന്നു. എന്നെ കൊന്നേക്ക്. എനിക്ക് ആ പെണ്ണിനെ തന്നെ വേണമെങ്കിൽ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ? നമ്മുടെ ഓഫീസിൽ എത്ര പേരാണ് നിന്റെ പുറകെ നടക്കുന്നത്? ആ റൂഹിയാണെങ്കിൽ എപ്പോഴും നിന്റെ ചുറ്റും തന്നെ കാണും. അതിൽ ആരെങ്കിലും ഒരാളെ പ്രേമിച്ച് കെട്ടിക്കൂടെ? എന്തിനാടാ നിനക്ക് ഈ തലവേദന? ഇതൊന്നും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ തന്നെ നിനക്ക് ആരെങ്കിലും സെറ്റ് ചെയ്തു തരാം. ആദ്യം നീ പോയി റെഡിയാക്കി" എന്നും പറഞ്ഞ് അർജുൻ ഒരു തോർത്തെടുത്ത് യാഷിൻ്റെ കയ്യിൽ കൊടുത്ത് അവനെ ബാത്റൂമിലേക്ക് തള്ളിവിട്ടു. യാഷ് റെഡിയായി വന്നപ്പോഴേക്കും അർജുൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. "അർജുൻ, നീ വന്ന് പുറകോട്ടിരിക്കും. നീ വണ്ടി ഓടിച്ചാൽ വില്ലനെ പോലെയുള്ള ആ മാനേജറുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല 8ൻ്റെ പണി കിട്ടും" എന്ന് പറഞ്ഞ് യാഷ് മുന്നിൽ കയറിയിരുന്ന് വേഗത്തിൽ വണ്ടി ഓടിച്ചു തുടങ്ങി. യാഷിൻ്റെ സ്പീഡ് കണ്ടപ്പോൾ അർജുൻ അവനെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ഡേയ്, നിന്റെ ഈ ഡ്രൈവിംഗ് കണ്ടിട്ട് എൻ്റെ നെഞ്ചെടുപ്പ് നിൽക്കുന്ന പോലെയുണ്ട്. ഒന്ന് വേഗത കുറക്കടാ" എന്നും പറഞ്ഞ് അർജുൻ പേടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചു. "സ്പീഡ് കൂട്ടാനല്ലാതെ കുറക്കാൻ നമ്മളാരും പഠിപ്പിച്ചിട്ടില്ലല്ലോടാ" എന്ന് പറഞ്ഞ് അവൻ വണ്ടി ഒന്നുകൂടി മുറുക്കി. ഓഫീസിന് മുന്നിൽ ബൈക്ക് നിർത്തിയത് പോലും അറിയാതെ കണ്ണടച്ചിരുന്ന അർജുനെ തട്ടി വിളിച്ചു. "ഡേയ്, ഓഫീസെത്തി. വേഗം വാ. മീറ്റിങ്ങിന് ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്." "ഹാവൂ, ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ" എന്നർത്ഥം വെച്ച് അർജുൻ ബൈക്കിൽ നിന്നിറങ്ങി യാഷിനൊപ്പം ഉള്ളിലേക്ക് നടന്നു. മീറ്റിങ്ങിൽ പ്രൊജക്റ്റ് വിവരങ്ങളെല്ലാം ചർച്ച ചെയ്ത ശേഷം മാനേജർ യാഷിന് നേരെ തിരിഞ്ഞു. "കൺഗ്രാജുലേഷൻസ് യശ്വന്ത്. യു ആർ പ്രൊമോട്ടഡ് ആസ് എ ടീം ലീഡർ" എന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കൊടുത്തു. "അതൊരു വലിയ കാര്യമല്ലെന്ന മട്ടിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്
താങ്ക് യു കൃഷ്ണ സാർ എന്ന് യാഷ് മറുപടി പറഞ്ഞു. മാനേജർ പോയതും കൂട്ടുകാർ ചുറ്റും കൂടി. ഡേ യാഷ്, കോൺഗ്രാസ് ഡാ, ഇപ്പോൾ തന്നെ ഒരു പാർട്ടി വേണം എന്ന് ടീം മൊത്തം ബഹളം വെച്ചപ്പോൾ ശരിടാ, ഇന്ന് വൈകുന്നേരം പോകാം എന്നവൻ സമ്മതിച്ചു. 4 പേർ 2 ബൈക്കുകളിലായി പോകാൻ തീരുമാനിച്ചു. ഡേ അർജുൻ, വാ പോകാം എന്ന് പറഞ്ഞ് യാഷ് അർജുൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷെ അർജുൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഏതോ ലോകത്തെന്ന പോലെ മുന്നിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇവൻ ഇതാരെയായി നോക്കുന്നത് എന്നാലോചിച്ച് ദേഷ്യത്തോടെ യാഷ് അർജുനെ നോക്കി. ഡേ എരുമേ, നീ ഇപ്പോൾ വർഷയും കൊണ്ടുപോകാനാണോ ഭാവം എന്ന് യാഷ് കളിയാക്കി ചോദിച്ചു. അതേടാ, നമ്മൾ പോയാൽ അവളെ ആര് കൊണ്ടുപോയി വിടും? പാവമല്ലേ? അതൊരു നിഷ്കളങ്കൻ വേഷം കെട്ടി അർജുൻ മറുപടി പറഞ്ഞു. നിന്റെ ഈ സ്വഭാവം അറിയാമായിരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് കൊണ്ടുവന്നേനെ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ വരും എന്ന് യാഷ് ദേഷ്യപ്പെട്ടു. നമ്മുടെ ഓഫീസിലുള്ള ആരുടെയെങ്കിലും വണ്ടിയിൽ കയറി വന്നാൽ മതിയടാ. വർഷയെ അവിടെ ഇറക്കി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം. നീ വേഗം വാ എന്നും പറഞ്ഞ് അർജുനും വർഷയും അവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ ആരുടെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിക്കും എന്നാലോചിച്ച് യാഷ് ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് അവിടേക്കൊരു പെൺകുട്ടി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു വന്നത്. അവളെ കണ്ടതും യാഷ് വിളിച്ചു. ഹേയ്, ഒന്ന് നിർത്തും. നീ ഏത് ഓഫീസിലെ വർക്ക് ചെയ്യുന്നത്? ആ പെൺകുട്ടി മുഖത്ത് മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. മൈക്രോസോഫ്റ്റ്. എന്തിനാ ചോദിച്ചത് എന്നവൾ ഹെൽമെറ്റ് മാറ്റാതെ തന്നെ പറഞ്ഞു. ഓ, നമ്മുടെ ഓഫീസിലെ തന്നെ. ശരി, നിന്റെ ബൈക്ക് എനിക്ക് വേണം, നിങ്ങൾ തന്നേക്ക്. നാളെ ഓഫീസിൽ വന്ന് തിരിച്ചെടുത്തോ. ഇന്ന് നീ ഒരു ക്യാബിൽ പോയിക്കോ. അതെന്താ ഇത്ര നിസ്സാരമായി ചോദിക്കുന്നത്? നിങ്ങളാരാണെന്ന് പോലും അറിയില്ല, പിന്നെങ്ങനെ ഞാൻ എൻ്റെ വണ്ടി തരും? എന്നെ അറിയില്ലേ? ഈ ഓഫീസിൽ എന്നെ അറിയാത്തവരായി ആരുമില്ല. ഞാൻ നിൻ്റെ ടീം ലീഡറാണ്. ഇനി മുതൽ നീ എൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് വേഗം വണ്ടി തന്നാൽ നിനക്ക് പോകാം. അവൾ അല്പം ദേഷ്യത്തോടെ. ഇതെന്തൊരു സാധനം? സ്വന്തം വണ്ടി ചോദിക്കുന്ന പോലെയാണല്ലോ ഓർഡർ ചെയ്യുന്നത്. ഞാൻ തരില്ല. നീ എവിടുന്ന് വന്നതാ? വണ്ടി തരില്ലല്ലേ? ശരി, എങ്കിൽ നീ തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യും. സ്കൂട്ടിയുടെ പിന്നിൽ കയറിയിരുന്ന് വേഗം സ്റ്റാർട്ട് ചെയ്യാൻ അവൻ ഉറക്കെ പറഞ്ഞു. അവൾ ആകെ അന്തം വിട്ടു നോക്കി. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതാൾ ശരിയല്ല കേട്ടോ. മര്യാദ ഒന്നും എൻ്റെ അടുത്ത് നോക്കണ്ട. വേഗം വണ്ടി വിടും. അയ്യോ രാമ, ശരി, പോകാം. അവൾ വണ്ടി എടുക്കുമ്പോൾ കാറ്റിൽ പറക്കുന്ന അവളുടെ മുടികൾ അവൻ്റെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. അവൻ മെല്ലെ അവളുടെ മുടിയിൽ തട്ടു. അവൻ്റെ വിരൽ തുമ്പുകൾ അവളുടെ കഴുത്തിൽ തട്ടിയതും അവളൊന്ന് ഞെട്ടിപ്പോയി. എന്തായി കാണിക്കുന്നത്? അവൾ ചോദിച്ചു. നിന്റെ മുടി പാറി വന്ന് എൻ്റെ മുഖത്തടിക്കുന്നു. അതൊന്ന് മാറ്റാൻ നോക്കിയതാ. എന്തു പോക്കായത്? ഇതിലും ഭേദം നടന്നു പോകുന്നതായിരുന്നു. ഇങ്ങനെ പോയാൽ പാർട്ടി തീർന്നിട്ടേ അവിടെ എത്തും. ആദ്യം ഈ വണ്ടി ഒന്ന് നിർത്ത്. അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. എന്തിന്? നിങ്ങൾക്ക് ഇറങ്ങി നടക്കാനാണോ? അവനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു. നീ വന്ന് പുറകിലേക്ക് ഇരിക്കും. അവളൊന്ന് പുറകിലോട്ടിരുന്നു. അവൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വണ്ടി 100 സ്പീഡിൽ പാഞ്ഞതും അവൾ ആകെ പേടിച്ചുപോയി. പേടി കാരണം അവൾ യാഷിൻ്റെ അരയിലൂടെ കൈകൾ ചുറ്റി മുറുക്കി പിടിച്ചു. വേഗം അവിടെ എത്തണമെന്ന് ധൃതിയിലായിരുന്നത് കൊണ്ട് യാഷ് അതൊന്നും അത്ര കാര്യമാക്കിയില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തി വണ്ടി നിർത്തിയിട്ടും അവൾ അവനെ വിടാതെ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. യാഷ് ഒരു പെൺകുട്ടിയുമായി വരുന്നത് കണ്ട് അവൻ്റെ കൂട്ടുകാരെല്ലാം വായും പൊളിച്ചു നിന്നുപോയി. ഡേയ്, ആരാടാ ഈ കുട്ടി? അർജുൻ ഉറക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ആ ബഹളം കേട്ടപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അവൾ കണ്ണു തുറന്നു. അല്ലേ കുട്ടി, എന്നെ ഒന്ന് വിട്ടാലേ എനിക്ക് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ പറ്റൂ എന്ന് യാഷ് പറഞ്ഞതും അവൾ പരിഭ്രമത്തോടെ അവൻ്റെ അരയിലുണ്ടായിരുന്ന കൈകൾ മാറ്റി വേഗം താഴെ ഇറങ്ങി. താങ്ക്സ് മോളെ, നീ പോയിക്കോ എന്ന് പറഞ്ഞ് അർജുൻ അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. ആ സമയത്ത് അവൾക്കൊരു ഫോൺ കോൾ വന്നു. അവൾ ഹെൽമെറ്റ് ഊരി മാറ്റുകയും മാസ്ക് കഴുത്തിലേക്ക് താഴ്ത്തിയിടുകയും ചെയ്ത് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറിയിരുന്ന യാഷിനെ ജനലിലൂടെ നോക്കിയപ്പോൾ അവളുടെ രൂപം മങ്ങലായി കാണാമായിരുന്നു.